റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന പുസ്തകമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈവ് AM ക്ലബ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അതിൽ 4 കീ ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കീ ഐഡിയ ദ 4 ഫോക്കസസ് ഓഫ് ഹിസ്റ്ററി മേക്കേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടിലേക്ക് കാണുക, എന്നിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. കീ ഐഡിയ നമ്പർ 2, ഹാബിറ്റ് ഇൻസ്റ്റാളേഷൻ പ്രോട്ടോകോൾ. ഒരു പുതിയ ശീലം തുടങ്ങുന്ന രീതി, പുതിയ ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന രീതി. ഇത് 66 ദിവസങ്ങളുള്ള ഒരു പ്രവർത്തന രീതിയായിട്ടാണ് റോബിൻ ശർമ്മ വരച്ചു വയ്ക്കുന്നത്. പുതിയ ശീലങ്ങൾ സൃഷ്ടിക്കുക. അതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഓരോ ഘട്ടത്തിലും 22 ദിവസങ്ങളാണ് ഈ പ്ലാനിലുള്ളത്. ഒന്നാമത്തെ ഘട്ടം ഡിസ്ട്രക്ഷൻ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരാൾ കഷ്ടപ്പെടേണ്ടത്. പഴയ ശീലങ്ങളോട് പോരാടുന്ന ഒരു ഫീൽഡാണ് ഈ സമയം. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള തെറ്റായ ശീലങ്ങൾ, നമ്മൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിശ്രമിക്കുന്ന സമയമാണ് ഈ ആദ്യത്തെ 22 ദിവസം. ശരിക്കും നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരെ പൊരുതുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിലെ വയറിങ് ഫുള്ള് പൊളിച്ചു മാറ്റി പുതിയ വയറിങ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയാണിത്. അപ്പോൾ ഈ വയറിങ് പൊളിച്ചു മാറ്റണമെങ്കിൽ പലതും ഉള്ളിലൂടെയായിരിക്കും ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഹാർഡ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഒരാൾ അനുഭവിക്കുന്നത്. ഈ ആദ്യത്തെ 22 ദിവസം നമ്മുടെ ശരീരത്തിൻ്റെ പല ഇഷ്ടങ്ങളോടും നമ്മൾ മല്ലിടേണ്ടി വരും. ഒത്തിരി അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ഫീലിങ്സ് നമുക്കുണ്ടാകും. പക്ഷേ 22 ദിവസത്തെ ഫേസാണ് നമ്മൾ ആദ്യം കടന്നു പോകേണ്ടത്. രണ്ടാമത്തെ ഘട്ടം ഇൻസ്റ്റലേഷൻ. ഇവിടെ നമ്മൾ പുതിയ ശീലങ്ങൾ പഠിക്കുകയാണ്. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷനാണ്. തോറ്റു കൊടുക്കാൻ നമുക്ക് തോന്നും, ഒരു ഗീവ് അപ്പ് ചെയ്യണം എന്ന് തോന്നും. കാരണം ഒരുപാട് ക്ലേശത്തിലൂടെയായിരിക്കും നമ്മുടെ മനസ്സും ശരീരവും കടന്നു പോകുന്നത്. കാരണം നമ്മൾ നമ്മളോട് തന്നെയാണ് ഈ സമയത്ത് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയൊരു കോഡിങ് നമ്മുടെ ബ്രെയിനിൽ നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ശരിക്കും പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കോൺഫിഡൻസ് വേണം, നമുക്കൊരു ശക്തി വേണം. ഈ സമയത്ത് നമ്മൾ പുതിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഘട്ടം ഇൻ്റഗ്രേഷൻ. അവസാനത്തെ 22 ദിവസത്തിലാണ് നമ്മൾ ബെനഫിറ്റ്സ് കണ്ടു തുടങ്ങുന്നത്. നമ്മളൊരു പുതിയ ശീലം തുടങ്ങി പഴയ ശീലത്തെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ 22 ദിവസം നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും പഴയ ശീലത്തെ മാറ്റിയെടുക്കാനായിരിക്കും. രണ്ടാമത്തെ 22 ദിവസം പുതിയ ശീലത്തെ നമ്മളിലേക്ക് ഇൻ്റർവയർ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. ഇനി ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ, ഈ മൂന്നാമത്തെ 22 ദിവസത്തിൽ ശരിക്കും സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ശീലത്തെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ വയറിങ്ങിലേക്ക് ഇംബൈബ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒത്തിരി ബെനഫിറ്റ്സ് കണ്ടു തുടങ്ങും, നമ്മുടെ ശീലങ്ങളുടെ ഗുണങ്ങൾ കണ്ടു തുടങ്ങും. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് തോന്നി തുടങ്ങും. പക്ഷേ 22 ദിവസത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വില്ലനാവാൻ ചാൻസ് ഉള്ളത് മടി എന്നൊരു കാര്യമാണ്. പലപ്പോഴും ഒരു ഹാബിറ്റായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പേ പിന്നോട്ട് പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ഇതിൻ്റെ കുറച്ച് ഫലങ്ങൾ കണ്ടു തുടങ്ങി, കുറച്ച് അക്കംപ്ലിഷ് ചെയ്തു എന്നൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പുറകോട്ട് പോകാനായിട്ട് ഫീൽ ചെയ്യും. ഇവിടെയാണ് ഈ 22 ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ആ ഹാബിറ്റ്സിൽ ഈ 22 ദിവസം നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഈ 22 ദിവസങ്ങൾ വീതമുള്ള 3 സെറ്റ്, അതായത് 66 ദിവസം കഴിയുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എന്നാണ് റോബിൻ ശർമ്മ പറഞ്ഞു വെക്കുന്നത്. പിന്നെ 22 ദിവസം എന്ന് കറക്റ്റ് കണക്കായിട്ട് പറയുന്നതല്ല, ഒരു ഏകദേശ സ്ട്രക്ചറാണ്. ഒരു ആവറേജ് മനുഷ്യന് ഒരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ 66 ദിവസത്തെ സ്ട്രക്ചർ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കീ ഐഡിയ നമ്പർ 3 ഫ്രം 5 AM ക്ലബ്, ദ 20-20-20 ഫോർമുല. അതായത് 5% ആൾക്കാർ എന്താണ് ചെയ്യുന്നത് ശരിക്കും മുമ്പിലെത്താൻ വേണ്ടിയിട്ട്? അതാണ് 5 AM ക്ലബിൻ്റെ ഫോക്കസ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. ഈ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന എല്ലാവരും ലൈഫ് മാറ്റുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ 5 മണിക്ക് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. വെറുതെ 5 മണിക്ക് എഴുന്നേറ്റാൽ ആരുടെയും ജീവിതം മാറില്ല. അപ്പോൾ ഈ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ആദ്യത്തെ മണിക്കൂറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഓരോ ദിവസവും നമ്മൾ ചെലവഴിക്കുന്നത്. ഇതിനെ റോബിൻ ശർമ്മ വിളിക്കുന്നത് വിക്ടറി ഹവർ അല്ലെങ്കിൽ വിജയികളുടെ മണിക്കൂർ എന്നാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പേഴ്സണൽ മാസ്റ്ററിയുടെ 4 ഫോക്കസുകളുണ്ട്. മൈൻഡ് സെറ്റ്, ഹാർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ്, സോൾ സെറ്റ്. ഈ കാര്യങ്ങളെ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ്, ഏറ്റവും നന്നായിട്ട് മികച്ചതാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ 1 മണിക്കൂർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 മണി തൊട്ട് 6 മണി വരെയുള്ള സമയം. ഇതിനെ 20 മിനിറ്റിൻ്റെ 3 ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് 20-20-20 ഫോർമുല. ആദ്യത്തെ 20 മിനിറ്റ്, അതായത് 5 മണി മുതൽ 5:20 വരെ. ഇവിടെ ശരീരം അനക്കുക എന്നുള്ളതാണ്. മൂവ് എന്നാണ് ഈ ഘട്ടത്തെ വിളിക്കുന്നത്. എക്സസൈസ് ചെയ്യുക, ഹീറ്റപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വർക്കൗട്ട് അല്ല, അതായത് ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി ജിം വർക്കൗട്ട് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരം എല്ലാ ഭാഗങ്ങളും അനക്കി ഹീറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സ്ട്രെച്ചിങ് ചെയ്യുക, അതിനോടൊപ്പം കുറച്ച് ഇൻറ്റൻസ് എക്സസൈസുകളും ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുഷപ്സ് അല്ലെങ്കിൽ പുള്ളപ്സ്, അതൊക്കെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സ്ട്രെച്ചിങ്ങും ഇങ്ങനെയുള്ള കുറച്ച് ഇൻറ്റൻസ് എക്സസൈസും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ മെയിൻ പാർട്സ്, ബ്രെയിൻ, ഹാർട്ട്, ബ്ലഡ് ഫ്ലോ, ഇതെല്ലാം മികച്ച രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ബോഡിയിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനിയുള്ള ബാക്കിയുള്ള ഫീൽഡുകളെല്ലാം നമ്മുടെ ബോഡി എന്ന പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. 5:20 മുതൽ 5:40 വരെയുള്ള രണ്ടാമത്തെ 20 മിനിറ്റ് റിഫ്ലക്റ്റ്. ഇവിടെ സൈലൻസ്, മെഡിറ്റേഷൻ, ജേർണലിംഗ് ഈ കാര്യങ്ങളാണ് വരുന്നത്. നിശബ്ദതയിലിരിക്കുക, ചിന്തിക്കുക, ചിന്തകളുടെ ദിശ നിയന്ത്രിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജ് എടുത്തിട്ട് നമ്മുടെ ചിന്തകൾ എഴുതുന്നതാണ്. നമ്മൾ എങ്ങനെ ഈ ദിവസം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, വെറുതെ നമ്മുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നതാണ്. ശരിക്കും ഒരു പായ്ക്കപ്പൽ സഞ്ചരിക്കുന്നത് കാറ്റടിക്കുന്നത് പോലെയാണെന്ന് പറയും. ഇവിടെ നമ്മൾ എങ്ങനെ നമ്മുടെ ചിന്തകളെ വഴിതിരിച്ചു വിടുന്നുവോ ആ കാറ്റിൻ്റെ ദിശയിലായിരിക്കും നമ്മളാകുന്ന പായ്ക്കപ്പൽ ആ ദിവസം മുഴുവൻ സഞ്ചരിക്കുന്നത്. 5:40 മുതൽ 6 മണി വരെ, അതായത് അവസാനത്തെ 20 മിനിറ്റ്. ഇവിടെ ഗ്രോ എന്ന ഘട്ടമാണ്, അറിവ് നേടുന്ന സമയം. നമ്മൾ പുറത്തു നിന്ന് ഇൻപുട്ട് സ്വീകരിക്കേണ്ട ഒരു ടൈമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇതുവരെ നമ്മുടെ പാർട്ട് അല്ലാതിരുന്ന ഒരറിവ് നമ്മൾ നേടുന്നു. നോളജ് ഈസ് പവർ എന്നാണല്ലോ. പോഡ്കാസ്റ്റ് കേൾക്കുക, പുസ്തകം വായിക്കുക, ചിന്തകരുടെ ആശയങ്ങൾ പഠിക്കുക, ഈ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളോട്, നമ്മുടെ ചുരുങ്ങിയ ആശയങ്ങളോട് ചുരുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഘട്ടം നിൽക്കുന്നത്. നമ്മളെപ്പോഴും വളരാനായിട്ടുള്ള ഒരു കാരണമായിരിക്കും നമ്മുടെ നിരന്തരമായിട്ടുള്ള പഠനം. അപ്പോൾ ഈ 20 മിനിറ്റുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 3 കാര്യങ്ങളിലാണ്, 3 പ്രധാന ഭാഗങ്ങളിലാണ്. ശരീരം, മനസ്സ്, തലച്ചോറ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എഞ്ചിനുകളാണ് ഈ 3 കാര്യങ്ങൾ. നമുക്കറിയാം, ഏതൊരു വണ്ടിയും നന്നായിട്ട് ഓടണമെങ്കിൽ അതിൻ്റെ എഞ്ചിൻ നന്നായിട്ട് വർക്കാവണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും നന്നായിട്ട് വർക്കാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എഞ്ചിനുകൾ നന്നായിട്ട് വർക്കാവുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി നമ്മുടെ മുമ്പോട്ടുള്ള വഴിയിൽ ചിലപ്പോൾ കുണ്ടും കുഴിയും എല്ലാം കണ്ടെന്നിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ അപ്പോഴും നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ നല്ലതാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് റോഡിൽ കാഴ്ചവെക്കാൻ പറ്റും. അതായത് എത്ര കുണ്ടും കുഴിയുമുള്ള റോഡാണെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇച്ചിരി സ്ലോ ആയാൽ പോലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ എൻജിൻസ് ഏറ്റവും സെറ്റപ്പായിട്ട്, ഏറ്റവും വൃത്തിയായിട്ട്, ഏറ്റവും നല്ല പെർഫോമൻസ് രീതിയിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം 3 അഡീഷണൽ ടിപ്സ് കൂടി ഒന്ന് പറയുകയാണ്. 1, ഡോണ്ട് ചീറ്റ് സ്ലീപ്പ്. ഒരിക്കലും ഉറക്കത്തെ കബളിപ്പിക്കരുത്. നമ്മുടെ ബോഡിക്ക് 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം വേണം. നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും റീഫ്രഷ് ചെയ്യാൻ, നമ്മുടെ ബോഡി റീഫ്രഷ് ചെയ്യാനായിട്ട് 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നേരത്തെ കിടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 2, അഡ്ജസ്റ്റ് ആൻഡ് ഫൈൻഡ് യുവർ ബെസ്റ്റ്. അതായത് ഈ 20 മിനിറ്റ് എന്ന് പറയുന്ന സ്ലോട്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ വർക്കാവണമെന്നില്ല. അപ്പോൾ ഇതേ രീതിയിൽ എത്രമാത്രം സമയമാണ് നിങ്ങൾ ഓരോ ഫീൽഡിലും ചെലവഴിക്കേണ്ടതെന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. ഓരോരുത്തർക്കും ഏറ്റവും മികച്ചത് ഏതാണ്, എനിക്ക് ഏറ്റവും ചേരുന്നത് ഏതാണ്, അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ മണിക്കൂറിനെ ക്രമീകരിക്കേണ്ടത് എന്ന് കണ്ടെത്തണം. 3ാമത്തെ കാര്യം, വർക്ക് ആൻഡ് റെസ്റ്റ്. ഈ ആദ്യത്തെ മണിക്കൂർ നമുക്ക് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ബാക്കിയുള്ള ദിവസത്തിലെ സമയം മുഴുവനും വർക്ക് റെസ്റ്റ് ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ബോഡിയുടെ ലിമിറ്റേഷൻസും നമ്മുടെ ബോഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ. നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിശ്രമവും തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റണം. ഇൻസ്പയറിംഗ് ഫ്രീക്ക്, നെവർ ഗിവ് അപ്പ് യുവർ ഡ്രീംസ്.